ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു വീക്കെൻഡ് റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും വീക്കെൻഡിലാണ് ഞങ്ങൾ വെജിറ്റബിൾസ് മേടിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അത് ഹോൾസെയിൽ മാർക്കറ്റാണ്, വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സബ്ജി മണ്ടി. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇതൊരു ഹെവി ട്രാഫിക്കുള്ള റോഡാണ്. ഇത് NH9 ആണ്, ഡൽഹിയും ഹരിയാനയും കണക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ എപ്പോഴും ഇവിടെ ട്രാഫിക്കാണ്. ഇന്ന് കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ മിക്കവാറും സൺഡേസിലാണ് വരാറുള്ളത്. ഇന്ന് സാറ്റർഡേ വന്നു. ഇപ്പോൾ സാറ്റർഡേ വെജിറ്റബിൾസ് എല്ലാം തീർന്നില്ലെങ്കിൽ സാറ്റർഡേ വന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് എന്ത് ഹിന്ദിക്കാർ, ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, പച്ച കടല നമ്മുടെ പീസ് കറി ഉണ്ടാക്കുന്ന അതില്ലേ, അതിൻ്റെ പച്ചയാണ്. ഇത് പച്ചയായിട്ട് ഹിന്ദിക്കാർ കഴിക്കാറുണ്ട്. നമ്മളങ്ങനെ എടുക്കാറില്ല. ഇത് കച്ച ചന എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇത് നോക്കും, ഇങ്ങനെ ഓരോരോ വെൻഡേഴ്സ് അവനവൻ്റെ ഇതിൽ നല്ല പാലക്ക്. ഇപ്പോൾ ഈ തണുപ്പത്ത് നല്ല ഇങ്ങനെയുള്ള ഫ്രഷ് ലീഫി വെജിറ്റബിൾസ് നല്ല ഫ്രഷായിട്ട് കിട്ടും. പാലക്കായാലും മേഥി അങ്ങനെയുള്ള എല്ലാം. പിന്നെ നമ്മുടെ സർസോ നമ്മുടെ കടുകിൻ്റെ ഇല ഇതെല്ലാം കിട്ടും. അതൊരു സാഗം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിരുന്നു. അപ്പം നെല്ലിക്കയും നല്ല നെല്ലിക്ക ഇപ്പോൾ സീസണാണ്, നെല്ലിക്കയുടെ സീസണാണ്. അപ്പം നെല്ലിക്ക ഒരു 30 രൂപ കിലോയ്ക്കാണ് കിട്ടിയത് എനിക്ക്. അതുപോലെ എല്ലാ ഇപ്പോൾ ക്യാപ്സിക്കം പലതരത്തിലുള്ള വെറൈറ്റി ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ബീൻസ് ആയാലും എല്ലാം ഈ സമയത്ത് വിൻ്ററിൽ ഏറ്റവും നല്ല എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ക്യാപ്സിക്കം റെഡും യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്. ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ മേടിക്കാറുള്ളൂ, അങ്ങനെ അധികം മേടിക്കാറില്ല. ഇത് നമ്മുടെ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് കിട്ടും. ഇത് എല്ലാ വെജിറ്റബിൾസ് കണ്ടു കഴിഞ്ഞാൽ ഇലകളാണ് ഏറ്റവും കൂടുതൽ. ഇത്ര ഫ്രഷ് ഇലകൾ കിട്ടും, എല്ലാം മേടിക്കാൻ തോന്നും. അങ്ങനെയാണ്. ചെറിയ വെൻഡേഴ്സാണ് ഓരോരോ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ ക്യാരറ്റെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി. ഇത്രയും വലിയ ക്യാരറ്റ് 20 രൂപ കിലോ ആണ്. ഞാൻ അന്ന് മേടിച്ചത് ഈ ടൈപ്പ് ക്യാരറ്റാണ്. ഇത്രയും വലുതാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ഖീര ഇപ്പോൾ മേടിച്ചു ഞാൻ, 30 രൂപ കിലോ ആയിരുന്നു. ഇത് പക്ഷേ സമ്മറിൽ കുറച്ചും കൂടെ ഖീര കഴിക്കാൻ തോന്നും, ചൂടത്ത്. ഇത് നല്ലതാണ്, ഖീര കഴിക്കാനും നല്ലതാണ്. ഇപ്പം ഞാൻ 1/2 കിലോ മേടിച്ചുള്ളൂ. വിൻ്ററിൽ അധികം മേടിക്കാറില്ല, കഴിക്കാൻ തോന്നാറില്ല. പിന്നെ നല്ല ക്യാബേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീട്രൂട്ട് എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഹോൾസെയിൽ മാർക്കറ്റായതുകൊണ്ട് വില നല്ലപോലെ കുറവാണ്. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല വില കുറവാണ്. പിന്നെ ഇത് ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ ബ്രിഞ്ചൽ, അത് ഇവിടെ ഈ കളറാണ് കൂടുതൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചയേക്കാളും കൂടുതൽ ഇവിടെ ഇതാണ് കിട്ടുന്നത്. ഈ വലിയ മുളക് ഇവർ അച്ചാറിടാൻ എടുക്കാറുണ്ട്. ഈ ക്യാരറ്റ് ഞാൻ അധികം മേടിക്കാറില്ല, ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വെണ്ടയ്ക്ക സമ്മറിൽ ഇപ്പം സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല വെണ്ടയ്ക്ക കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ തക്കാളി ഇപ്പോൾ നല്ല വിലക്കുറവാണ്. 20 രൂപ കിലോ ഉള്ളൂ തക്കാളി. നാട്ടിലറിയില്ല എത്ര രൂപ കിലോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ 20 രൂപ കിലോ ഉള്ളൂ. ചില സമയങ്ങളിൽ 60 രൂപ വരെ പോയിട്ടുണ്ട്. ചക്ക ഉണ്ടായിരുന്നു, ചക്ക മേടിച്ചില്ല ഞാൻ. പിന്നെ അത് കുറച്ച് വൃത്തിയൊക്കെ നമ്മുടെ നാടിൻ്റെ അത്രയൊന്നും ഇല്ല, ഇവിടെ അറിയാമല്ലോ, കുറച്ച് വൃത്തിക്കുറവുണ്ട്. ഇത് ഓറഞ്ച് പോലത്തെ അതിൻ്റെ തന്നെ ഇതിലുള്ള കുറച്ചും കൂടെ, പക്ഷേ മധുരം കൂടുതൽ. ഓറഞ്ചും ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. കിനുവിന് കുറച്ചും കൂടെ സ്വീറ്റ്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ പഴം 12 എണ്ണത്തിന് ഒരു 60 രൂപ 50 രൂപ എങ്ങാണ്ടാണ് പറഞ്ഞത്. ചെറിയ പഴമായിരുന്നു, പക്ഷേ സാധാരണ കുറച്ചും കൂടെ വലിയ പഴം കിട്ടാറുള്ളതാണ്. ഇപ്പോൾ ചെറിയ പഴമായിരുന്നു ഇത്. ചില സമയങ്ങളിൽ നല്ല പഴം കിട്ടും, എന്നാണ് കുറച്ചും കൂടെ വലുത്. പഴം നല്ലതായിരുന്നു. ഇത് ചീക്കു കിട്ടി, ചീക്കുവും നല്ല ചീക്കുമായിരുന്നു. അതുപോലെ പപ്പീത്ത ഉണ്ടായിരുന്നു, പപ്പീത്തയും 40 രൂപ കിലോ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അത്രയും ട്രാഫിക് ഇല്ലായിരുന്നു, പോയതിൻ്റെ അത്രയും ട്രാഫിക് ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ എത്തി. അങ്ങനെ വീക്കെൻഡ് ഒരു ഹാഫ് ഡേ കഴിഞ്ഞ് കിട്ടി. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ബാക്കി എന്നാലും സൺഡേ ഫ്രീ ആയി. ഈ ഒരു പണി കഴിഞ്ഞ് കിട്ടിയോണ്ട് സൺഡേയിൽ ഈ പണി ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയി സൺഡേയിൽ. അപ്പം വീട്ടിലെത്തിയിട്ട് പിന്നെ ഇതെല്ലാം ഇത്രയും സബ്ജി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.